ഗോവയിലെത്തിയിരിക്കുകയാണ്. ഇത് ഗോവയാണ്. അപ്പോൾ ഗോവയിൽ ക്രൂയിസ് ഷിപ്പ് ട്രിപ്പിന് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഒരു വൈകുന്നേരം ഇപ്പം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ക്രൂയിസ് ഷിപ്പിലേക്ക് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഷിപ്പുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത് ഞങ്ങൾ അവിടത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക പനാജിയിലാണുള്ളത്. അപ്പോൾ അവിടെയുള്ള ഒരു പിന്നെ എന്താ പറയുക, ഇതൊരു നാഷണൽ ഹൈവേ എന്ന് പറയാമല്ലേ, ഒരു റോഡാണത്. ആ റോഡിൻ്റെ 2 വശത്തും താണ്ടിട്ട് സർവീസ് നടത്തുന്നതും അതുകൂടാതെ വലിയ ഒരു പിന്നെ റോഡ് മുകളിലൂടെ പോകുന്നുണ്ട്. ആ റോഡിലൂടെ വന്നിട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ആ 3 റോഡുണ്ടല്ലോ, മുകളിലൂടെ പോകുന്ന ആ 3 റോഡിൻ്റെ വശത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. വന്നത് മുകളിലൂടെ, ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അടിയിലൂടെയാണ് നമ്മൾ ഇവിടെ ഷിപ്പ് ഉള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരു പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വരാന്തയിലൂടെ അവിടെ കുറച്ച് നായ്ക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയും പണി നടക്കുന്നുണ്ട്. നമ്മൾ പോകുമ്പോഴൊക്കെ അവിടെ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ഒരു ഇടവഴിയാണ്. അപ്പോൾ ഇപ്പുറത്ത് പിന്നെ പണി അപ്പുറത്ത് നടക്കുന്നതുകൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ട് ഷീറ്റിട്ടിട്ട്. പിന്നെ ഷിപ്പ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നവരാണ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് നടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ റോഡ് പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. മുഴപ്പിലങ്ങാട് നിങ്ങൾ ബീച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴപ്പിലങ്ങാട് അതൊക്കെ അറിഞ്ഞവരുണ്ടാവും. അപ്പോൾ മുഴപ്പിലങ്ങാട് ഞങ്ങൾ കെറ്റ്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ ഗോവൻ ട്രിപ്പിന് വന്നിട്ടുള്ളത്. നമ്മളൊരു 46 പേരുണ്ട് ഗോവയ്ക്ക് ട്രിപ്പിന്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ, ഞാൻ പറഞ്ഞല്ലോ റോഡ് പോകുന്നതിൻ്റെ അടിയിലൂടെ ലൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. ഒരുപാട് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. അത് വലിയ ദൂരമൊന്നുമല്ല, നടക്കാത്തവർക്ക് വലിയ ദൂരമായിരിക്കാം. ഇങ്ങനെ നടന്നു പോയിട്ട് ശീലമുള്ളവർക്ക് ഇതൊന്നും വലിയൊരു ദൂരമല്ല. അപ്പോൾ അതിൻ്റെ സമീപത്തൊക്കെ കടയുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ളവർ ആ കടയിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങുന്നുണ്ട്. ചെറിയ ചെറിയ കടയുണ്ട്. ആ കടയ്ക്ക് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 34 ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇതായിരിക്കും, ലൈസൻസ് നമ്പറായിരിക്കാം. ഇതിൻ്റെ മുകളിൽ കണ്ട റോഡ്, ഇപ്പുറത്ത് ഷീറ്റ് വെച്ചിട്ട് മറക്കി അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ നടന്ന് പോകുന്നത്. നല്ല തിരക്കേറിയ ഒരു പട്ടണം തന്നെയാണ്. നമ്മളെ കൂടെയുള്ളവരാണ് പിന്നിലും മുന്നിലും ഒക്കെ ഉള്ളവർ, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് ഇങ്ങനെ നടന്ന് പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ നമ്മളവിടുന്ന് ടിക്കറ്റ് മുറിച്ച് നമ്മളവിടെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടുണ്ട്. കണ്ട വലിയൊരു തൂണിലൂടെ വളരെ നീളത്തിൽ പോകുന്ന ഇത് വളരെ ഉയരത്തിൽ പോകുന്നത്. മറ്റ് 2 ഭാഗങ്ങളും ചെറിയ പിന്നെ ബ്രിഡ്ജാണെങ്കിൽ പിന്നെ ഇത് ഏറ്റവും മുകളിലൂടെ പോകുന്ന വലിയൊരു ബ്രിഡ്ജുണ്ട് കേട്ടോ. പോകുമ്പോൾ ആ വലിയൊരു ബ്രിഡ്ജിലൂടെയാണ് പോയത്. വരുമ്പോൾ അപ്പുറത്ത് ഇടതുവശത്തുള്ള ഇതിലൂടെ വന്നത്. ഇപ്പോൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉപകരണങ്ങളും ഉണ്ട്, പിന്നെ പണിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ്. നിങ്ങൾ ആ നടന്നു പോകുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ കസേര വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ച് സമയം ഇരിക്കേണ്ട ഒരു സൗകര്യമെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എന്താ പറയുക, നമ്മൾ ഷിപ്പ് വരണമല്ലോ, അവർ സഞ്ചരിക്കാൻ പോയിട്ടുണ്ടാവും ഷിപ്പ്. അപ്പോൾ ഷിപ്പ് വരുന്നത് വരെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ളവരെല്ലാവരും ഇരുന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഒരു ക്യൂ നിന്ന്. കാരണം നമ്മുടെ ഷിപ്പ് എത്തിയിട്ടുണ്ട്. ഇനി ഷിപ്പിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഉള്ളവരെല്ലാം ഇല്ലേ, ഇപ്പം ഞങ്ങളുടെ കൂടെ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും എല്ലാവരും ആ ഷിപ്പിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂ നിന്ന് ആ ഷിപ്പിലേക്ക് കയറി. ഇത് അതിൻ്റെ മുകളിലൂടെ പോകുന്നതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വാഹനം പോകുന്ന റോഡാണ്, വളരെ ദൂരത്തുനിന്ന് എടുത്തതാണ്.
ഇതിൻ്റെ ഷിപ്പിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ. ഞങ്ങൾ ഷിപ്പിലാണുള്ളത്. അപ്പോൾ ഷിപ്പിലേക്ക് കയറി കേട്ടോ. എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഷിപ്പിൽ നിന്ന് കുറച്ച് ഡാൻസ് പാട്ട് ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവർ പാട്ടൊക്കെ വെക്കൂ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഡാൻസൊക്കെ കളിക്കാം. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ആരും ഡാൻസ് കളിക്കുന്നവരും പാട്ട് പാടുന്നവരും ഉണ്ടായിട്ടും അവർ പാട്ട് വെച്ചിട്ട് അതിന് അനുസരിച്ച് ഡാൻസ് കളിക്കാൻ ആരും നിന്നില്ല. പിന്നെ അവരെ വക ഒരു 2 ഡാൻസൊക്കെ അവർ കളിച്ചിരുന്നു. അവർ ഗോവനിലെ അവരുടെ ഉണ്ടാവില്ല തനതായ കലാരൂപം എന്ന് പറയുന്ന അതൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡാൻസിൽ. അതെൻ്റെ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഷിപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഷിപ്പ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓപ്പോസിറ്റായിട്ട് ഒരുപാട് ഷിപ്പ് ഇങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോരോ പാർട്ടി ഈ ഷിപ്പിൽ വെക്കും. അത് കുടുംബപരമായിട്ട് വെക്കാം, ഫ്രണ്ട്സുമാർ വെക്കും, പിന്നെ കമ്പനി അവരുടെ പിന്നെ വിജയത്തിനെല്ലാം ചെയ്ത് അങ്ങനെ നമ്മളിപ്പോൾ ഈ നമ്മൾ ഒരു ഷിപ്പിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ ഓരോ ഷിപ്പ് ഇങ്ങനെ നമ്മളെ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് പിന്നെ പാർട്ടി വെച്ചത്, അതായത് ഒരു കമ്പനി അവരുടെ സഹപ്രവർത്തകരും അവരുടെ MDമാരും എല്ലാം ഉള്ള ഒരു പാർട്ടി വെച്ചത്, ഓരോ കമ്പനിയുടെ പേര് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുടുംബം ആയിട്ട് അവരുടെ റിലേഷൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നതും പിന്നെ എന്താ പറയുക വിവാഹം കഴിച്ച റിസപ്ഷൻ അങ്ങനെയൊക്കെ ഈ ഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പം തന്നെ അത് ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഷിപ്പ് ഇങ്ങനെ കരയിലൊക്കെ ഇങ്ങനെ ടണ്ടടിച്ച് നിന്നിട്ടുണ്ട് കണ്ടോ, ഒരുപാടുണ്ട്. ഇത് നമ്മളെ ഉൾവശത്താണ്. ഇത് നമ്മൾ മുകൾ വശത്താണ് ഉള്ളത്. അവിടെ കസേലയൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ആ കസേലയിൽ പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കസേലയിൽ ഞങ്ങൾ ഇരുന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ മുകൾ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. ചിലരൊക്കെ താഴെ ഞാൻ പറഞ്ഞല്ലോ പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇത് ആസ്വദിച്ച്. ഞാൻ മുകളിൽ തന്നെ ഉണ്ടായി. എനിക്ക് ഇങ്ങനെയുള്ള ദൃശ്യം കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മുകളിൽ തന്നെ പിന്നെ കസേലയിൽ ഇരുന്നിട്ടെല്ലാം കാണുകയാണ് ചെയ്തത്. ഫുൾ എന്താ പറയുക ചുറ്റുമുള്ളതെല്ലാം കാണുകയാണ് ചെയ്തത്. അപ്പോൾ പകൽ യാത്ര ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മറ്റ് ദൃശ്യങ്ങൾ കാണാൻ പറ്റുക. ഇതിന് സമീപത്തുള്ള എല്ലാം കോട്ടയെല്ലാം ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വർണ്ണാഭമായിട്ട്, അതായത് പല ഭാഗങ്ങളിൽ നിന്നും ലൈറ്റൊക്കെ, ഹോട്ടലുണ്ട്, ചെറിയ ഹോട്ടലുണ്ട്, വലിയ ഹോട്ടലുണ്ട്, അതുപോലെ തന്നെ നിരവധി ഷിപ്പുകളാണ്. അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തമ്പടിച്ച് നിന്നതും അവർ ഇങ്ങനെ യാത്ര ചെയ്തു. എത്ര ഷിപ്പുകളെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അതായത് അവർ ആൾക്കാരെ ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കും, ആൾക്കാരെ അവിടെ ഇറക്കും, വീണ്ടും എടുക്കും. അത്രമാത്രം ആൾക്കാരിങ്ങനെ വന്ന് കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോലത്തെ സഞ്ചാരികളും ആണ് കൂടുതലുണ്ട്, അതുപോലെ വിദേശികളുണ്ട്. അങ്ങനെ എന്താ പറയുക എല്ലാവരും അതേപോലെ തന്നെ മുമ്പേ ഓർഡർ ചെയ്ത് വെച്ചതും ബുക്കിംഗ് ചെയ്ത് വെച്ച കപ്പലും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ പോകുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ചിലത് ചെറിയ ബോട്ട് പോകുന്നുണ്ട്, ചെറിയ തോണിയൊക്കെ പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ യാത്രയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അത് എന്താണെന്നറിയുക, ഇതാ അവിടെ എന്താ പറയുക കപ്പലിൻ്റെ ആ വെളിച്ചമില്ലേ, അത് വെള്ളത്തിൽ പല കളറായിട്ട് കാണുന്നത് വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനിങ്ങനെ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ പറയുക ഓപ്പോസിറ്റായിട്ട് പോകുന്ന നിരവധി ക്രൂയിസ് ഷിപ്പ്. ഇതൊക്കെ ട്രിപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോകുന്നത്. പകൽ പോകുന്നുണ്ടോ എന്ന്, പകലും പോകും. അതെന്ന് വെച്ചാൽ പകലും യാത്രയുണ്ട്. മുമ്പ് ഞങ്ങളെ കൂടെ ഇപ്പോൾ ഉള്ള ഒരാൾ ഇങ്ങനെ പകൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, അന്നേരം നമ്മൾ പകൽ ഇപ്പോൾ രാത്രിയെല്ലാം വെളിച്ചത്തിലായതുകൊണ്ട് ഏതെല്ലാം സ്ഥലമൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കുറേ ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റ് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. പകലായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളും കോട്ടയൊക്കെ ഉണ്ട്. കോട്ടയൊക്കെ ചുറ്റിപ്പറ്റിയിട്ട് പോയിട്ടുണ്ടെന്ന് ഞങ്ങളെ കൂടെ യാത്ര ചെയ്തവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല കാഴ്ച, പിന്നെ നല്ല ഇളം കാറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്.